ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. അവരെ നോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, എല്ലാം ചെയ്തു. മരിച്ചതിന് ശേഷം ഒരു പാത്തി പോലും ഓതുന്നതിന് സമയമില്ല. അവർക്കൊണ്ടൊരു സദക്കയും കൊടുക്കുന്നില്ല എങ്കിൽ ഇവനായിരിക്കും വാപ്പാടും ഉമ്മായുടെയും പൊരുത്തക്കേട് കിട്ടിയവൻ, വെറുപ്പിച്ചവനായിട്ട് മാറും. ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അവനിവിടെ ഒന്നുമില്ല, ഗൾഫിലായിരുന്നു. മറ്റൊരാളുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. വേറെ ആളാണ് ഉമ്മയെ നോക്കിയത്, വാപ്പയെ നോക്കിയത്. നാട്ടിൽ വന്നപ്പോൾ വാപ്പായും ഉമ്മയും മരിച്ചതിന് ശേഷം വരുമ്പോൾ നാട്ടിൽ സെറ്റിലായി. ഉദാഹരണം പറയാം, വലിയ രീതിയിൽ നോക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ എപ്പോഴും ദുആരക്കും യാസീനോതും ഖത്തുമോതും അവർക്ക് വേണ്ടിയൊക്കെ ദാനധർമ്മം ചെയ്യുമെങ്കിൽ ഇവൻ വാപ്പാടെ ഉമ്മാടെ പൊരുത്തം വാങ്ങിയവനുമാകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്